പുതിയ വാഹനം വാങ്ങി 10,000 കിലോമീറ്റർ ഓടിയപ്പോഴേക്കും ടയർ തേഞ്ഞു പോയ സംഭവത്തിൽ ഡീലറെ അറിയിച്ചിട്ടും പ്രശ്നം പരിഹരിച്ചു തരാത്തതിൽ ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയതായി യുവാവ്. തൃക്കടീരി പുത്തൻപീടിയേക്കൽ മുഹമ്മദ് അലിയാണ് തനിക്കുണ്ടായ ദുരനുഭവം വാർത്താസമ്മേളനത്തിൽ വിവരിച്ചത്. 2023 നവംബറിൽ താൻ വാങ്ങിയ ഇക്കോ വാഹനത്തിനാണ് വേഗത്തിൽ ടയർ തേഞ്ഞു പോകുന്ന പ്രശ്നമുണ്ടായതെന്നും 3 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതിനാൽ പ്രശ്നം ചെർപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിലെ ഡീലറെ അറിയിച്ചെങ്കിലും നിരുത്തരവാദപരമായ നിലപാടാണ് അവർ സ്വീകരിച്ചതെന്നും ഇതേ തുടർന്ന് പാലക്കാട് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയായിരുന്നെന്നും മുഹമ്മദ് അലി പറഞ്ഞു. 2 വർഷം നീണ്ട കേസിനൊടുവിൽ 2025 നവംബർ 4 കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂല വിധി ഉണ്ടായി. വാഹനത്തിൻ്റെ കേടുള്ള ഷോക്ക് അബ്സർ യൂണിറ്റ് മാറ്റി നൽകാനും മാനസികമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് 20,000 രൂപയും കേസ് നടത്തിപ്പിന് ചെലവായ 15,000 രൂപയും നഷ്ടപരിഹാരമായി നൽകാനാണ് കോടതി ഉത്തരവെന്നും മുഹമ്മദ് അലി ചെർപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ചെർപ്പശ്ശേരി KVRൽ നിന്ന് ഞാൻ 2023 നവംബറിൽ ഒരു വാഹനം എടുക്കുകയുണ്ടായി, പുതിയ കാറാണ്. അപ്പോൾ ആ കാറിനുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കാറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ടയർ തേയ്മാനം കൂടുതലായി സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഷോറൂമുമായി ബന്ധപ്പെട്ട് ഞാൻ പോയി. അപ്പോൾ അവർ പറഞ്ഞു അത് അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമായിരിക്കാം. അങ്ങനെ അലൈൻമെൻറ്റ് ഞാൻ ചെയ്തു. പിന്നെ അതിനൊക്കെ കാശ് കൊടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. വീണ്ടും ഒരു 10,000 കിലോമീറ്ററിൽ എത്തിക്കുന്നതിന് ഉള്ളിൽ തന്നെ എനിക്ക് 2 ടയറുകളും ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അവരുടെ സർവീസ് സെൻറ്ററിൽ പോയി. അവരുടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവരോട് ഞാൻ പറഞ്ഞു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വണ്ടിക്കൊരു കുഴപ്പമില്ല, ടയറിൻ്റെ പ്രശ്നമായിരിക്കാം പറഞ്ഞു. അങ്ങനെ അവർ ടയർ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് JK ടയർസിൻ്റെ ടയറായിരുന്നു, ഗ്യാരണ്ടിക്ക് വേണ്ടി കമ്പനിയിലേക്ക് വിട്ടു. കമ്പനിയിൽ നിന്ന് അതിന് റിപ്പോർട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ പ്രശ്നമല്ല, ഇത് വാഹനത്തിൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണ്. ഈ വണ്ടി വാങ്ങി ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ 4 പ്രാവശ്യം ഞാൻ പെയ്ഡായിട്ടും 4 പ്രാവശ്യത്തോളം അവർ സൗജന്യമായിട്ടും എനിക്ക് അലൈൻമെൻറ്റും വീൽ ബാലൻസും ഒക്കെ ചെയ്തു തന്നു. അപ്പോൾ ഇതെന്താ കാരണമെന്ന് അവർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല. അവർ വണ്ടി കൊണ്ടുപോകുന്നു, നേരെ അകത്തോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. എന്ത് കാരണം കൊണ്ടാണ് ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് അവർക്ക് അറിയുന്നില്ല. അത് കൃത്യമായിട്ട് സർവീസ് അവിടുന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ അവരുടെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ട്. അവരുടെ സ്റ്റാഫിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സർവീസിൽ യാതൊരു മുടക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നതെന്ന് മാത്രം അവർക്ക് അറിയുന്നില്ല. അപ്പോൾ അവർക്ക് സർവീസ് മാനേജറുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2 ടയർ എനിക്ക് നഷ്ടപ്പെട്ടു, 1 ടയറെങ്കിലും നിങ്ങൾ മാറ്റിത്തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവരുടെ കമ്പനി റൂൾ അങ്ങനെയാണ്, നിങ്ങൾ കേസ് കൊടുത്തോളൂ, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതായത് നമുക്ക് ഒരു കസ്റ്റമർക്ക് യാതൊരുവിധ ഒരു വിലയും കൊടുക്കാത്ത ഒരു ലെവലിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. കോടതിയിൽ നിന്ന് വിധി വന്നത് എനിക്ക് 3 കാര്യങ്ങളൊക്കെയാണ് വിധി എനിക്ക് വന്നത്. അതായത് ഒന്നാമത്തെ കാര്യം അവരെ ഷോക്ക് അബ്സർ യൂണിറ്റ് ഫുള്ളായിട്ട് അവർ മാറ്റിത്തരണം. കേസ് നടത്തിപ്പിന് ഒക്കെപ്പാടായിട്ട് 15,000 രൂപ നഷ്ടപരിഹാരം, പിന്നെ എനിക്ക് മാനസിക വിഷമം ഉണ്ടായതിന് 20,000 രൂപ നഷ്ടപരിഹാരം, ടോട്ടൽ 35,000 രൂപ നഷ്ടപരിഹാരം. പിന്നെ എനിക്ക് ഇത് 45 ദിവസത്തിനുള്ളിൽ അവർ ഇത് അംഗീകരിച്ചില്ല എന്നെങ്കിൽ മാസം 1,000 രൂപ വെച്ചിട്ട് വീണ്ടും തരണമെന്നാണ് പാലക്കാട് ജില്ലാ കോടതി ഉപഭോക്തൃ കോടതിയുടെ വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. നിവ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം, ഒറ്റപ്പാലം ആൻഡ് ചെർപ്പശ്ശേരി.